ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സീസൺ 2 ഒക്കെ അനൗൺസ് ചെയ്തിട്ട് ആഹ്, ഒരു അനക്കമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ഇടാത്തെ അങ്ങനെ അങ്ങനെ ഒക്കെ ആ പറച്ചിൽ കേട്ട് കേട്ട് മടുത്തു. എന്താണ് നമ്മൾ ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഈ രീതിയിൽ ഈ ഫോർമാറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇതാണോ നല്ലത്, അതോ സാധാരണ ഗതിയിൽ നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ആ ഫോർമാറ്റ് അതാണോ നല്ലത്? അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു ആ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ മതിയായിരുന്നു. എന്നാലും ഇപ്പം ഈ വീഡിയോ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ലിമിറ്റേഷൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ അപ്പം തന്നെ സൗണ്ട് കൊടുത്തിട്ട് സിങ്കായിട്ട് വരികയാണ്. ഓക്കെ, ഇപ്പം അങ്ങനെയല്ല. വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുത്തിട്ട് എടുക്കുക. അതൊരു മിസ്മാച്ചിങ് ഒക്കെ വരും. നമ്മളിന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വാഴക്കൂമ്പ്, വാഴച്ചുണ്ട്, വാഴ വാഴയുടെ പൂവ് എന്നൊക്കെ അതിന് പറയാനാണ്. ഇതിന്റെ പ്രാദേശിക നാമങ്ങളെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കമന്റ് എന്താണെന്ന് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു എവിടെയെങ്കിലും ഒരു പൂമ്പ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചിട്ടാണ് എനിക്ക് വാങ്ങിക്കും അതുകൊണ്ട്. അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. ഒരുപാട് ഔഷധങ്ങളുള്ള ഇത് നമുക്ക് എന്താണ് ഒട്ടും വിഷമടിക്കാത്ത ഒരു വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു പച്ചക്കറി ആ രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും നമ്മൾ തോരൻ വെക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളത് പ്ലെയിൻ ആയിട്ട് തോരൻ വെക്കും. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു മിസ്മാച്ചിന്റെ കുഴപ്പമാണ്. ഒരു ഞാൻ താങ്ങ് കൊടുക്കാവുന്നതിന് വേണ്ടി ഒരു വാഴ ഒഴുകി പോയി. അതൊരു നല്ലൊരു കൊലയായിരുന്നു അത്. പക്ഷെ ആ കൂമ്പെങ്കിലും കിട്ടുമെന്ന് കരുതി ഞാനിങ്ങനെ നടത്തിയിരിക്കുകയാണ്. 2 മാസമൊക്കെ ഇത് നിന്നാൽ ചിലപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ള ഒരു കായൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്ങ് കൊടുത്ത് ഇങ്ങനെ നടത്തിയിരിക്കുക. നോക്കാം. ഏതായാലും ഈ പറഞ്ഞ ഈ ഏത്തവാഴയുടെ കുടം ബിരിയാണി എന്നുള്ളത് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടുന്നത്. ഏത്തക്കായ കിട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും പഴം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ ഒരു കൂമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ആ ബനാന ഫ്ലവർ അത് വിരിഞ്ഞ് ഓരോ ഇതളുകൾ വിരിഞ്ഞ് വിരിഞ്ഞാണ് ഈ പടലകൾ ആയി വരുന്നത്. 3 4 പടല. എനിക്കിപ്പോൾ ഇതൊരു തന്നെ ചതിച്ച വാഴയാണ്. അത് നല്ല പരിചരണം കായപ്പോൾ 2 ഇതാണ് കിട്ടിയിരിക്കുന്നത്. 2 പടലക്കായാണ്. അതിന് തൊട്ട് മുമ്പ് കണ്ടത്. ഇതിപ്പം നമുക്ക് ഇത് ഞാൻ ഒടിക്കാൻ പോകുന്നത് ഒടിക്കേണ്ട സമയമായി. ഞാൻ ആദ്യം ചെയ്ത ഒരു മണ്ടത്തരമുണ്ടായിരുന്നു. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 4 പഠനമാകുമ്പോൾ തന്നെ അടുത്ത ദിവസം പോയി. അപ്പം ഈ റോഡ് സൈഡിലാണ്. അപ്പം പല ആളുകളും നമ്മളോട് പറയും ഇങ്ങനെ ചെയ്യരുത്, ഈ രീതിയിലല്ല അത് ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, ഈ 3 4 പഠനം വന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് പിടിക്കണം, ഇല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ വാഴക്കായ്ക്ക് കൊടുക്കില്ല എന്ന് പലരും പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിപ്പം നേരത്തെ ചാടിക്കറി കട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് മാറ്റി മാറ്റി അപ്പം നമുക്ക് കിട്ടിയ ഒരു ഉപദേശമാണ്. ഇങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾ കണ്ടിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കും. ഇപ്പം ഞാൻ അത് തെറ്റ് തിരുത്തി. ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിടിക്കാറുള്ളൂ. ഇത് നമ്മൾ പ്ലെയിനായിട്ട് തോരൻ വെക്കും. കുത്തി അരിഞ്ഞിട്ട് ഇത് ചെറിയ കറകളുണ്ട്, അത് ഭാര്യയുടെ ഡ്യൂട്ടിയാണ്. അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അത് തോരൻ വെക്കും പ്ലെയിനായിട്ട്. അതല്ലാതെ നമുക്കിതിനെ മിക്സ് ചെയ്യാം. പയർ ഇട്ടിട്ട് വൻപയർ സെപ്പറേറ്റ് നമ്മൾ കുതിർത്ത് വേവിച്ച് അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് തുടർന്ന് ഭയങ്കര ടേസ്റ്റാണ്. അത് തുവര എന്ന് പറയാം. തുവരപ്പരിപ്പും ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് തുടർന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഇളയ മകനൊഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആദ്യം ഈ വാഴക്കൃഷിക്ക് ഇറങ്ങിയതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കൂമ്പ് കിട്ടും എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരു പ്രധാന നേട്ടം എന്ന് കരുതിയിട്ടാണ്. ഈ ഏത്തവാഴയുടെ കൂമ്പ് നല്ലതാണ്. നമുക്ക് പാളയംകോടൻ വാഴയുടെ നല്ലതാണ്. ചില വാഴകളുടെ കൂമ്പ് എടുക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് വാഴയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കമന്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നത് ഒരു പൂവൻ വിഭാഗത്തിൽപ്പെട്ട ഞാലിപ്പൂവൻ നട്ടമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അത് നമുക്ക് അറിയില്ല. നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ പല സ്റ്റേജുകളിലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത്തവാഴ സംബന്ധിച്ച കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ച ഞാൻ നേരത്തെ പറഞ്ഞ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തു, അബദ്ധങ്ങൾ പറ്റി, അതൊക്കെ തിരുത്തിയിട്ട് നമ്മൾ അടുത്ത ബാച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ വീഡിയോസ് കണ്ടിന്യൂസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. ഇനി ആക്റ്റീവ് ആയിരിക്കും. കാരണം എനിക്കിനി വേറെ ഓപ്ഷൻ ഇല്ല. എനിക്കിതേ ഉള്ളൂ ഇനി എൻ്റെ ഒരു മാർഗ്ഗം. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഈ ഒരു ചാനൽ ആക്റ്റീവ് ആകാനായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് വീഡിയോയെങ്കിലും വല്ലപ്പോഴും എങ്കിലും ഇടും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു പ്രശ്നം ഇതാണ്, റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിന് ഒരു അഭിപ്രായം എന്താണ് കമൻറ്റ് ഇടണേ. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം.
നന്ദി.